മടങ്ങി വരാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക്. 2025-26 വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ലഭ്യമായ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീ അടച്ചെന്ന് ഉറപ്പുവരുത്തണം. മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം നമ്മൾ എന്തു വേണം? നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം 2/7/2025 3 PM കോളേജിൽ ഹാജരായി ടെമ്പററി അല്ല, സ്ഥിരമായിട്ട് തന്നെ പെർമനൻ്റ് തന്നെ അഡ്മിഷൻ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ഓക്കെ ആണല്ലോ? അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ അഡ്മിഷൻ റദ്ദാവുന്നതാണ്. പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം മാത്രമാണ് കോളേജിൽ പ്രവേശനം എടുക്കേണ്ടത്. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ മാൻഡേറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികൾ ഇനി എന്ത് ചെയ്യേണ്ട? അലോട്ട്മെൻറ്റിൻ്റെ മാൻഡേറ്ററി ഫീസ് ഇനി വേറെ അടയ്ക്കേണ്ടതില്ല. ഓക്കെ ആണല്ലോ? ഇനി SC ST അതുപോലെ തന്നെ OEC തത്തുല്യമായ വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്ന ഇതര 30 സമുദായ വിദ്യാർത്ഥികൾ 145 രൂപയാണ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 575 രൂപയാണ് മാൻഡേറ്ററി ഫീ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ അടച്ച എല്ലാ വിദ്യാർത്ഥികളും അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2/7/2025 3 PM കോളേജിൽ ഹാജരായി നിർബന്ധമായിട്ടും സ്ഥിര അഡ്മിഷൻ തന്നെ എടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുമ്പ് ലഭിച്ചിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് അവരെ പുറത്താക്കുമെന്ന് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂണിവേഴ്സിറ്റി നമുക്ക് സൂചന നൽകുന്നുണ്ട്. ഇനിയോ, ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾക്ക് പരിഗണിക്കേണ്ടതില്ലെങ്കിൽ, അഥവാ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ നമുക്ക് എന്താണ് ഉദ്ദേശിച്ച തൃപ്തികരമായ കോളേജിൽ തൃപ്തികരമായ സബ്ജക്റ്റാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹയർ ഓപ്ഷൻ മുഴുവനും ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത് മുന്നോട്ട് പോവാം. ഓക്കെ ആണല്ലോ? അതും ഈ പറയപ്പെട്ട 2/7/2025 3 മണിക്ക് മുമ്പായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി നമ്മൾ തൃപ്തരല്ല, അഥവാ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, എന്നാലും നമ്മൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഹയർ ഓപ്ഷനുകൾ ഭാഗികമായോ പൂർണ്ണമായോ നമുക്ക് എന്ത് ചെയ്യാം? റദ്ദ് ചെയ്യാം. അഥവാ നമുക്കിപ്പോൾ ഒരു 9ാമത്തെ പ്രയോറിറ്റിയാണ് കിട്ടിയതെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ 1 to 8 വരെയുള്ള കോളേജുകളുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് 6, 4, 2 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? സംവിധാനമുണ്ട്. ക്രമത്തിൽ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതാത് കോളേജുമായി ബന്ധപ്പെടേണ്ടതും ആവശ്യമായ രേഖകൾ സഹിതം നമ്മൾ എന്ത് ചെയ്യണം? അഡ്മിഷന് പോവേണ്ടതുമാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അഡ്മിറ്റ് കാർഡിലെ ഏറ്റവും താഴ്ഭാഗത്തായിക്കൊണ്ട് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നമ്മൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോവേണ്ടതെന്ന് വളരെ കൃത്യമായിക്കൊണ്ട് അതിൽ പറയപ്പെടുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റുമായിട്ടാണ് നമ്മൾ കോളേജിൽ പോവേണ്ടത് എന്ന കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.